കേരള ബാങ്ക് വായ്പ നൽകാതെ വഞ്ചിച്ചുവെന്ന് ഹാൻവ്യൂ ചെയർമാൻ ടി.കെ. ഗോവിന്ദൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2022 8 കോടി വികസനത്തിന് ആവശ്യപ്പെട്ടിട്ട് പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥ തലത്തിൽ നിഷേധിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. നൂൽ വാങ്ങാനും മറ്റ് യന്ത്രവൽക്കരണത്തിനുമാണ് ഹാൻവ്യൂ വായ്പയ്ക്ക് അപേക്ഷിച്ചത്. സർക്കാർ ഗ്യാരണ്ടി വേണമെന്ന് പറഞ്ഞത് പ്രകാരം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യം പറഞ്ഞു, ഗ്യാരണ്ടി അനുവദിപ്പിച്ചു. എന്നാൽ ഇതിനുശേഷം പല നിബന്ധനകളുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. തടസ്സം നിൽക്കുന്നത് അവസാനിക്കാത്തതിനെ തുടർന്ന് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കലിനെ നേരിട്ട് കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം വായ്പ അനുവദിക്കാൻ പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ അതിന് തയ്യാറായില്ല. സർക്കാർ ഗ്യാരണ്ടി എന്നിട്ടും 8 കോടി രൂപ വായ്പ അനുവദിക്കാൻ തയ്യാറാകാത്ത കേരള ബാങ്ക് ഉദ്യോഗസ്ഥരുടെ നടപടി കാരണം ഹാൻവ്യൂ കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങൾ നീണ്ടുപോവുകയും ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തുവെന്ന് ടി.കെ. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. അത് ഒരു കൊടിയ വഞ്ചനയുടെ കഥയാണ്. അത് കേരള ബാങ്കാണ്. കേരള ബാങ്ക് നമ്മളോട് കാണിച്ചത് ചതിയായിരുന്നു. ആദ്യം ഈ ബാങ്കിനെ നമ്മൾ സമീപിച്ചപ്പോൾ അനുകൂലമായ നിലപാട് ആ ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ബാങ്കിൻ്റെ ചെയർമാനും അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും 22-ലാണ് സംഭവം. ആദ്യം നമ്മൾ ഇതിൻ്റെ മീറ്റിംഗ് ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും കണ്ണൂർ മീറ്റിംഗ് ചേർന്ന് അവർ നമ്മളെ സൈറ്റും എല്ലാം പരിശോധിച്ച് ഏകദേശം നമുക്ക് ലോൺ തരാൻ തത്വത്തിൽ അവർ അംഗീകരിച്ചു, ലോൺ തരാൻ സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, അത് ഗവൺമെൻറ് ഗ്യാരണ്ടി തന്നാൽ നിങ്ങൾക്ക് ലോൺ തരാം. ആദ്യത്തെ യോഗ തീരുമാനം അതായിരുന്നു. കുറേ വൈകിയ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ച മുഖ്യമന്ത്രി നോക്കാൻ പറഞ്ഞ അവസാനം മുഖ്യമന്ത്രി ഇടപെട്ട് നമുക്ക് ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകി. ഗ്യാരണ്ടി ബാങ്ക് നൽകിയപ്പോൾ ബാങ്ക് പിന്നീട് നിരവധി നിബന്ധനകളാണ് വെച്ചത്. ഓരോ തവണ ഓരോ നിബന്ധന വെച്ചു. പല തവണ ബാങ്കുമായി നമ്മൾ മീറ്റിംഗ് ചേർന്നു. അതിനുവേണ്ടി എത്രയോ സമയവും പണവും നമ്മൾ ചിലവാക്കി. അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കാൻ, അതിൻ്റെ മീറ്റിങ്ങുകൾ ചേരാൻ നിരവധി തവണ 2 വർഷം ഈ ബാങ്ക് തരാം, ഗ്യാരണ്ടി നിന്നാൽ തരാമെന്ന് പറഞ്ഞ ബാങ്ക് 2 വർഷം ഞങ്ങളെ പലവിധത്തിലും തടസ്സങ്ങളുണ്ടാക്കി. ബാങ്ക് ഉദ്യോഗസ്ഥ തലത്തിൽ പല യോഗങ്ങൾ കഴിയുകയും റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് കേരള ബാങ്ക് അവസാന നിമിഷം പാലം വലിച്ചത്. ദൈനംദിന കാര്യങ്ങൾക്ക് വായ്പാ തുക ചെലവഴിക്കില്ലെന്നും വികസന കാര്യങ്ങൾക്ക് സാമ്പത്തിക വിനിയോഗം ചെയ്യുന്നതിനായി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന നിർദ്ദേശം ബാങ്കിന് മുമ്പിൽ ഹാൻവ്യൂ വെച്ചിരുന്നു. 100 കോടിയുടെ സ്വത്ത് ഹാൻവ്യൂവിന് കേരളം മുഴുവനുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഗ്യാരണ്ടിയിൽ HDFC പോലുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകൾ വായ്പ അനുവദിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ളതായതിനാലാണ് കേരള ബാങ്കിനെ സമീപിച്ചതെന്നും ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.